അതെ, ഇന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് കൊച്ചുള്ളി വലിയുള്ളി ചേർത്തത് അരിഞ്ഞു കൊടുക്കാം. അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ. നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്തത് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ബീഫാണ്. ഇനി ഇതൊക്കെ പാടെ ഇട്ട് കുക്കറിൽ ഒരു 7-8 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വിസിൽ അത് ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം വെന്തതിന് ശേഷം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില, കൊച്ചുള്ളി, ഉലുവ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊറോട്ടേൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ഇതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, സീ യു.